ഹായ് ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല ഒരു അടിപൊളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ അതിന് വേണ്ടി എടുത്തത് ഇവിടെ ട്യൂണ മീനാണ്. അപ്പോൾ നമുക്കത് മുള്ളില്ലാതെ നമുക്ക് മാറ്റിയെടുക്കാം. കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിനകത്തേക്ക് വറക്കാൻ വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇനി ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഞാൻ ഇവിടെ 2 സ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട്. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതച്ചതാണിത്, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഇത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഞാനിവിടെ വേറൊരു പാത്രം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് വിനെഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിനകത്തൊരു സ്റ്റൗവിലൊരു പാൻ വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ നമുക്കത് വറക്കാനിടാം. നല്ല മുരിച്ചെടുക്കണം മീൻ, കാരണം അച്ചാറിലേക്കുള്ളതായതുകൊണ്ട് നല്ല മുരിച്ചെടുക്കണം. നമുക്കതിനകത്തേക്ക് എണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്കത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി മസാല ഉണ്ടാക്കാം. ഞാൻ ആ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതാണ്. പൊടിയായി അരിയണം. നമുക്കത് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ട പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വറക്കുമ്പോൾ പൊടി ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് പൊടി മാത്രം ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇതിനകത്ത് കുറച്ച് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ വറുത്ത് വെച്ച ആ മീൻ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ തണുപ്പിക്കാൻ വെച്ച ആ വിനെഗർ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്കിതിന് മൂടി വയ്ക്കാം. നമ്മുടെ മസാല എല്ലാം ഒന്ന് വെള്ളമെല്ലാം വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. ഇനി നമുക്ക് ഇതൊരു കുപ്പിയിലേക്ക് മാറ്റണം. ഇനി നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.